ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറയുന്ന നാനിയുടെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചിട്ടാണ്. അർജുൻ സർക്കാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഗ്ലിംസ് പോലെ ഒരു പരിപാടി സെക്കൻഡ് കേസിനകത്ത് അവസാനം ടൈലൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോർത്തിലേക്കുള്ള ഒരു ലീഡ് ഈ ഒരു പടത്തിന്റെ ലാസ്റ്റ് ടൈലൻഡിൽ കൊടുക്കുന്നുണ്ട്. ഒരു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ ലീഡ് ആക്ടർ തന്നെയാണ് അതും ചെയ്യാൻ പോകുന്നതൊക്കെ. അത് നിങ്ങളെ ഭയങ്കര രീതിയിൽ എക്സൈറ്റ് ചെയ്യിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഒരു 99% ഉറപ്പാണ്. ഇനി ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനി ആ ഒരു ടൈറ്റിൽ കാർഡ് എഴുതിയിട്ടാണ് പടം തുടങ്ങണത് തന്നെ. ആ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നത് നാനിയുടെ ഇപ്പോൾ റീസെന്റ് പുറത്തിറങ്ങിയിട്ടുള്ള മാസ് പടങ്ങളുണ്ടല്ലോ, മാസമായിട്ടുള്ള നാനിയുടെ റോൾസിനൊക്കെ വരച്ചുകൊണ്ട് വേറൊരു ഫയർ മോഡിൽ കാണിക്കുന്ന ഒരു ടൈറ്റിൽ കാർഡ് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന ഒരു ഫിയർലെസ് നാനിയുടെ ക്യാരക്ടർ കാണിച്ചുകൊണ്ട് തുടങ്ങുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പതിയെ പതിയെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രീനിധി ഷെട്ടി ഉള്ളിലേക്ക് വരുന്നു. അവിടുന്ന് അവരുടെ ഒരു റൊമാൻസ് കാര്യങ്ങൾ, ആ റൊമാൻസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് നല്ല രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാം. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ ഇടയിൽ റൊമാൻസ് വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും കല്ലുകടി ആവാറാണ് പതിവ്. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ സർക്കാർ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയധികം ഒരു റഫായിട്ടുള്ളൊരു ക്യാരക്ടറും ഒരു സ്മൂത്ത്നെസ് എവിടെ ഇല്ല അങ്ങേരുടെ ജീവിതത്തിൽ. സോ അങ്ങേരുടെ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യം വന്നു പോകുമ്പോൾ കിട്ടുന്നൊരു റിലീഫ് ഉണ്ടല്ലോ, അത് ശരിക്കും ആക്ച്വലി നമുക്കും ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കാം, ചിലവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയൊന്നും ആവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ പാട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് എന്നെ സംബന്ധിച്ച് വർക്കൗട്ട് ആയിരുന്നു. പിന്നെ ശ്രീനിധി ഷെട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല റോൾ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. നാനിയെ സംബന്ധിച്ച് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നാനി ഒരു വണ്ടർ പെർഫോമർ എന്ന് വേണം പറയാനായിട്ട്. സെക്കൻഡ് ഹാഫിൽ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞൊരു വെള്ള കോട്ടിട്ടൊരു വരവുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പൂരപ്പറമ്പാണ്. പിന്നെ പൂരപ്പറമ്പ് എന്നല്ല, ചോരപ്പറമ്പ് എന്ന് വേണം പറയാനായിട്ട്. അമ്മാതിരി കാണിച്ചു കൂട്ടലാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ ഒരു പടത്തിനകത്ത്. പിന്നെ അടുത്ത ഒരു വണ്ടർഫുൾ പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ എഡിറ്റിംഗ് ആണ്. അതായത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങുന്ന ഒരു ആക്ഷൻ സീക്വൻസിൽ ചെയ്തു വെച്ചിരിക്കുന്ന എഡിറ്റിംഗ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരു സീറ്റ് എഡ്ജ് എന്ന് പറയുന്ന പരിപാടി. കാർത്തിക ശ്രീനിവാസ് എന്നാണ് തോന്നുന്നുണ്ട് എഡിറ്ററുടെ പേര്. ഒരു രക്ഷയില്ല മോനെ ആ ഒരു ആക്ഷൻ സീക്വൻസുകൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ സനൂന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അങ്ങേരും വെടിപ്പായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്, അതായത് ഇതിൽ ചോരയും കൊണ്ട് കുളിക്കുകയാണ് നാനിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആ ഒരു സംഭവമൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ റീസെൻ്റ്ലി നാനിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള മാസ് പരിപാടികളൊന്നും എന്നെ സംബന്ധിച്ച് അത്ര വലിയ ദഹിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കാണാനൊരു കുഞ്ഞു കുട്ടികളെ പോലെയാണ്. ആ ഒരു ആള് മാസ് കാണിക്കുന്ന സമയത്ത് എനിക്കെന്തോ അങ്ങനെ അങ്ങോട്ട് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പടത്തിനകത്തുണ്ടല്ലോ കുറേ എന്താ പറയുക, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ച പോലെ. അതായത് മുടി നീട്ടി വളർത്തിയ ഒരു റഫായിട്ടുള്ളൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് തന്നെയാണ് സംഭവം. കുറച്ച് മസിലൊക്കെ വരുത്തി അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ ഒരു പടത്തിനകത്ത്. കുറച്ച് റഫായിട്ടുള്ള ക്യാരക്ടറും കൂടി ആകുമ്പോൾ നല്ല രസമായിട്ട് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ച് കണ്ണിൻ്റെ ആ ഒരു പവറൊക്കെ മാറ്റി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പര് വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. ഇൻ്റെ മോനെ തീപ്പൊരി സാധനം. അതുപോലെ തന്നെ നാനിയുടെ ഒപ്പം ഒരു കഴുകൻ പരിപാടിയുണ്ട്. മോനെ പല സമയത്തും തീറ് പരിപാടി CGI ആണെങ്കിൽ പോലും, പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഒരു സാധനം പൊളിച്ചടിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് മിക്കി ജെ മേയറുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതിന്റെ ടീസർ ട്രെയിലർ അങ്ങോട്ട് റിയാക്ട് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവി സാധനമായിരിക്കും എന്നുള്ളത്. പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് മാസ സാധനം ഇട്ട് അലക്കി പൊളിച്ചിരിക്കുകയാണ്. പിന്നെ ഇതില് സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി പിടിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വില്ലൻ സൈഡിന്റെ ആ ഒരു കഥാപാത്രങ്ങളുണ്ടല്ലോ, അതെനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇതുവരെ നമ്മൾ അങ്ങനെ അധികം ചർച്ച ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവായി തോന്നിയത് അർജുൻ സർക്കാർ അങ്ങോട്ട് എത്താൻ കാണിച്ച സമയത്ത് ഇതൊന്നും നോട്ട് ചെയ്യാതെയാണോ അപ്രൂവ് ചെയ്യുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഉത്തരം അതിൽ നാനിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. ഇതൊന്നും നോക്കാതെയാണോ നിങ്ങൾ അപ്രൂവ് ചെയ്ത് വിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ എന്തായാലും ഒരു കോൾഡ് ബ്ലഡ് ആക്ഷൻ ബാത്ത് മൂവി കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, റെട്രോ കണ്ട് തല തരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു പടം കാണുന്നത്. എൻ്റെ മോനെ എപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയെന്നൊക്കെ പറയില്ലേ. സോ എന്തായാലും
നല്ലൊരു കിടിലൻ ആക്ഷൻ പടം കാണണമെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലഡ് ബാത്ത് മൂവിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പടം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. എസ്പെഷ്യലി 18 വയസ്സിന് ശേഷമുള്ളവർ ഈ പടം കണ്ടാൽ മതി, അല്ലെങ്കിൽ 16 വയസ്സിന് ശേഷമുള്ളവർ ഈ ഒരു സിനിമ കണ്ടാൽ മതി. കാരണം അതിരി ഐറ്റംസ് ഈ പടത്തിൽ പെട്ടച്ചു വിട്ടുണ്ട് ഒരു. ഞാൻ കണ്ടത് മലയാളം ഡബ്ബാണ്. പല സ്ഥലങ്ങളിലും മ്യൂട്ടായിരുന്നു, പല ഡയലോഗുകളും മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് മ്യൂട്ടായിരുന്നു. അത് ഭയങ്കര കല്ലുകടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതിൻ്റെ തമിഴും മലയാളം തെലുങ്കും കേരളത്തിൽ റിലീസ് ഉണ്ട്, പക്ഷെ തെലുങ്ക് വളരെ കുറച്ചേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ ശോഭാ സിറ്റിയിലും കണ്ടേ ഉള്ളൂ. അവിടെ ഒന്നും പോയി കാണാൻ വയ്യയ്ക്ക്. കാരണം 10-35 കിലോമീറ്റർ വൺ സൈഡ് തന്നെയുണ്ട്. അങ്ങോട്ട് പോയി കാണാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മലയാളം ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നുകൊണ്ട് എടുത്തതാണ്. പക്ഷേ അത് ഒരു അന്യായ കല്യാടിയായിട്ടാണ് ഫീൽ ചെയ്തത് ചില സമയത്ത് മാത്രം കേട്ടോ. അല്ല, നാനിയുടെ ക്യാരക്ടറിന്റെ ഒന്നും വലിയ കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ പലരുടെയും പല ഡയലോഗുകളും മ്യൂട്ടായിരുന്നു. മലയാളത്തിൽ തെലുങ്കിനെ ഡബ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള വാക്കുകൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല, പല സ്ഥലത്തും മ്യൂട്ടായിരുന്നു. അത് ഒരു ഭയങ്കര ഒരു ഷോക്കായിട്ടാണ് തോന്നിയത്. സോ ദയവായി തമിഴിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. തമിഴ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തമിഴ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടാവും. മലയാളം എന്നെ സംബന്ധിച്ച ആ കഥ പിന്നെ വിഷ്വല് ഒക്കെ ഗ്രാൻഡ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും കണക്കിലെടുക്കുന്നില്ല. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നിങ്ങൾ പോയി പടം തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന കുറേ ഗൂസ്ബം മൊമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ കുറച്ച് എക്സ്റ്റെൻഡഡ് ക്യാമിയോസും കാര്യങ്ങളൊക്കെ വന്ന അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.